1998 രത്തൻ ടാറ്റ ടാറ്റയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് അവരുടെ സ്വപ്ന പദ്ധതിയായ ടാറ്റ ഇൻഡിക്ക പുറത്തിറക്കി. ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അത് വളരെ വലിയ പരാജയമായി മാറി. അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. അങ്ങനെ ടാറ്റ മോട്ടോഴ്സ് വിൽക്കാൻ തീരുമാനിച്ചു. അവർ ഫോർഡ് കമ്പനിയെ സമീപിച്ചു. ഫോർഡ് കമ്പനിയുമായുള്ള മീറ്റിംഗിൽ വളരെയധികം കളിയാക്കലുകൾക്ക് രത്തൻ ടാറ്റയും സംഘവും വിധേയരായി. വളരെ മാനസിക വിഷമത്തിലായ രത്തൻ ടാറ്റയും സംഘവും ഇന്ത്യയിൽ തിരിച്ചെത്തി. കഠിന പ്രയത്നത്തിലൂടെ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് വളരെ ലാഭത്തിലായി. കുറച്ചു നാളുകൾക്കു ശേഷം 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. ക്രൈസിസ് സമയത്ത് ഫോർഡ് കമ്പനി വളരെയധികം സാമ്പത്തിക നഷ്ടം നേരിട്ടു. വിൽക്കാൻ തീരുമാനിച്ചു. അതിലെ 2 ബ്രാൻഡുകൾ ടാറ്റയോട് എടുക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ജഗ്വാറും ലാൻഡ് റോവറും ടാറ്റ ഏറ്റെടുത്തു. ടാറ്റ ഏറ്റെടുത്തതിനു ശേഷം ഇന്ന് ജഗ്വാറും ലാൻഡ് റോവറും റേഞ്ച് റോവറും ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡുകളായി നിലനിൽക്കുന്നു. ഇത് വാഹന വിപണിയിലെ വളരെ വലിയൊരു പ്രതികാരത്തിന്റെ കഥയാണ്. രത്തൻ ടാറ്റയുടെ വിജയമാണ്, ടാറ്റ കമ്പനിയുടെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്.